ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഇതാ ബസ്സിൻ്റെ അകമാണ് കേട്ടോ. ഞങ്ങളുടെ സ്ലീപ്പർ ബസ്സിൻ്റെ ഞങ്ങൾ കിടക്കണ ഒരു റൂം പോലെയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ് ഇവിടെ നിർത്തിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചായ കുടിക്കേണ്ടവർക്കൊക്കെ ചായ കുടിക്കാനിട്ട് വൃത്തി എന്ന് പറയണില്ല. പാത്രങ്ങളൊക്കെ അവിടെ നിലത്താണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ചപ്പുറത്ത് ടോയ്ലറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വൃത്തിയില്ലാത്തൊരു ഏരിയയാണ് ഈ ഒരു ഭാഗങ്ങൾ. ചായ കുടിക്കുമ്പോഴാണ് ബസ് എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം ചായയൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ബസ്. അങ്ങനെ ഇതാ ബസ്സിൽ കയറി ഓരോരുത്തർ അവനവൻ്റെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഞങ്ങളുടെ സീറ്റിൽ കയറിയിട്ട് എന്താ പറയുക, ജനൽ തുറന്ന് നോക്കുക എന്ന് പറയുന്ന പോലെ കർട്ടൻ നീക്കിയിട്ട് പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം കേട്ടോ. ഇതാണ് രാജസ്ഥാൻ എന്ന് പറഞ്ഞ പക്ഷേ. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ വെറും ഒന്നുമില്ലടോ, ഒരു സംഭവവും ഇല്ല ഇവിടെ. വെറും ഇതാണോ, എന്താ ഒരു മൊട്ടൻ പറമ്പ്, അവിടെയും ഇവിടെയും കുറച്ച് മരങ്ങൾ, ഇതന്നെ ഇവിടെ ഉള്ളത്. രാജസ്ഥാൻ എന്നൊക്കെ പറയണ കേട്ടാൽ സഹാറ മരുഭൂമി പെട്ടാണല്ലോ രാജസ്ഥാൻ. ഞാൻ ഹിസ്റ്ററിയിൽ അങ്ങനെയൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. പഠിച്ചോനെ അല്ലേ, ആണ്. അങ്ങനെ കുറേ പോയപ്പോഴൊരു വണ്ടി കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതം പോലെ എനിക്ക്. കാരണം അതുവരെ ആരും കണ്ടിരുന്നില്ല. വെറും ഈ ഒരു മരുഭൂമി മണലില്ലാതെ കുറേ അങ്ങോട്ട് ഓടിയപ്പോഴാണ് കുറച്ച് വണ്ടികളും ഈ ചെറിയ ചെറിയ കട പോലത്തെ എന്താ പറയുക വീടുകളും ഒക്കെ കാണാൻ കഴിയണത് കേട്ടോ. ഈ ഈ ഒരു കെട്ടിടം അത് എന്തിൻ്റെ കെട്ടിടമാണെന്നറിയില്ല. അപ്പോഴേക്കും ബസ് എടുത്ത് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ബസ് ഡ്രൈവർക്ക് തന്നെ വഴി തെറ്റി. അയാൾ തന്നെ പിന്നെ അവിടെ ഇവിടെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇങ്ങോട്ടാണോ നോക്കി. അങ്ങനത്തെ ഒരു അവസ്ഥ. എന്തായാലും നല്ലൊരു ഹരിയാന തന്നെയാണിത്. ഹരിയാനല്ല, രാജസ്ഥാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ബുഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹരിയാന എത്താനായി, എവിടെയാണെന്നൊക്കെ. അതായത് ബുഷിൻ്റെ കൂട്ടുകാരന് വണ്ടി കൊണ്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കണത് എന്നൊക്കെ പറയണ കേട്ടാൽ ഞാൻ ഭയങ്കര പരിഷ്കാരിയൊന്നുമല്ല. പെട്ടെന്ന് അങ്ങനെ വന്നു പോയി. അങ്ങനെ ഹരിയാന എത്തി, കൂട്ടുകാരനെത്തി. ഞങ്ങളുടെ ബസ്സിനോട്, മഞ്ഞ ബസ്സിനോട് ഞാൻ ടാറ്റ പറഞ്ഞ് വണ്ടി കയറിട്ടോ. ഇതാണ് നന്ദുബായിയാണ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങടെയെന്ന് വെച്ചാൽ ബുഷും കൂട്ടുകാരും ഇവിടെ റെൻറ്റിന് വീടെടുത്തുക്കണു. അങ്ങനെ ആ വീടെത്തി. ആ വീടാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന് ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.